വെൽക്കം ടു സി സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് ജിംന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കീവേഡ് റിസർച്ച് ആണ്. അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റ് കിട്ടി, നമുക്കതിനെ SEO ചെയ്യണം. അപ്പോൾ നമ്മളൊരു കീവേഡ് വെച്ചിട്ടാണ് അതിനെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ടോപ്പിൽ എത്തിക്കേണ്ടത്. നമ്മൾ SEO ചെയ്ത് നമ്മുടെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ടോപ്പിൽ എത്തിക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് കീവേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൺ പേജ് SEO ചെയ്യുമ്പോൾ നമുക്ക് കീവേഡ്സ് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റാ ടൈറ്റിൽ നമ്മൾ കീവേഡ്സ് കൊടുക്കണം. അതുപോലെ മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കീവേഡ്സ് കൊടുക്കണം. നമ്മുടെ കണ്ടൻസിൽ നമ്മൾ കീവേഡ് കൊടുക്കണം. നമ്മുടെ URL നമ്മൾ കീവേഡ്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് SEOയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് കീവേഡ്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് കിട്ടിയത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ ഏതാണ് കീവേഡ് എന്ന് കണ്ടുപിടിച്ച് അത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിന് കീവേഡ് റിസർച്ച് ചെയ്യണം. അതായത് നമ്മുടെ ആ കീവേഡിന് സെർച്ച് വോളിയം കൂടുതലുണ്ടോ, അതേപോലെ തന്നെ അതിൻ്റെ SEO ഡിഫിക്കൽറ്റി കുറവാണോ, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു കീവേഡ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യണം. അപ്പോൾ കീവേഡ് റിസർച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഒരു ടൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നീൽ പട്ടേലിൻ്റെ ഊബർ സജസ്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് റിസർച്ച് ടൂളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കീവേഡ്സ് റിസർച്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഊബർ സജസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂൾ മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അതായത് ഗൂഗിളിൻ്റെ തന്നെ കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ടൂളുണ്ട്, അതുപോലെ തന്നെ കീവേഡ്സ് എവരിവെയർ, അങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട് നമുക്ക് കീവേഡ്സിനെ റിസർച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു ബിസിനസ് കിട്ടി, ആ ഒരു ബിസിനസ് അതായത് നമുക്കൊരു വെബ്സൈറ്റ് കിട്ടി, നമുക്കൊരു ക്ലയൻറ്റിനെ കിട്ടി, ആ ക്ലയൻറ്റിനെ നമുക്ക് അത് മുതലേ SEO ചെയ്യണം, അല്ലെങ്കിൽ അതിന് ടോപ്പ് റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കീവേഡ്സ് എന്താണെങ്കിലും കണ്ടുപിടിക്കണം. അപ്പോൾ ആ കീവേഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ നോക്കാനുണ്ട്. അതായത് കീവേഡ്സിന് സെർച്ച് വോളിയം ഉണ്ടോ, അതേപോലെ SEO ഡിഫിക്കൽറ്റി കുറഞ്ഞ കീവേഡാണോ, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു കീവേഡിനെ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് കിട്ടി, ആ വെബ്സൈറ്റ് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളൊരു കീവേഡിനെ കണ്ടുപിടിച്ച് ആ കീവേഡിനെ റിസർച്ച് ചെയ്ത് അത് നമുക്ക് പറ്റുന്ന ഒരു കീവേഡാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കീവേഡ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഊബർ സജസ്റ്റ് ഇതെടുത്ത് നോക്കണമെങ്കിൽ ഊബർ സജസ്റ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു റിസൾട്ടിൽ ഷോ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് റിസൾട്ട് നമുക്ക് എടുക്കാം. അതായത് നീൽ പട്ടേലിൻ്റെ ഊബർ സജസ്റ്റ് ഫ്രീ കീവേഡ് റിസർച്ച് ടൂൾ, ഇത് നമുക്ക് എടുത്തു വെക്കാം. കണ്ടോ, നമുക്കിവിടെ നമ്മൾ ഏത് കീവേഡാണോ റിസർച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കീവേഡ് നമുക്കിവിടെ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കൺട്രി ചേഞ്ച് കൊടുത്ത് ഇന്ത്യ ആക്കുക, എന്നിട്ട് നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ അതിൻ്റേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പോൾ ഞാനിപ്പം നമുക്കിവിടെ ഒരു വെബ്സൈറ്റ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണുള്ളത്. ആ വെബ്സൈറ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, ഏത് കീവേഡാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം നമ്മൾ സ്വന്തമായിട്ടൊന്ന് നോക്കാം. അതായത് നമുക്ക് ഇതിൽ കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് PSCയുടെ കോഴ്സസ് ആണ്, അല്ലെങ്കിൽ PSC ഉണ്ട്, കേട്ടറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഗവൺമെൻറ്റിൻ്റെ കുറേ കോഴ്സസാണ് നമുക്കിവിടെ ഉള്ളത്. അതേപോലെ നമ്മൾ ഇത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കേട്ടറ്റിൻ്റെ അതേപോലെ PSC കോഴ്സസ് അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടുക. അതേപോലെ ഇതിൻ്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാക്കനാട്, കൊച്ചി അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു കീവേഡ് നമുക്കിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് PSC കോച്ചിങ് സെൻറ്റേഴ്സ് ഇൻ കൊച്ചി, അങ്ങനെ ഒരു കീവേഡ് നമുക്ക് ഇതിന് വേണ്ടി സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ കീവേഡിന് അതായത് സെർച്ച് വോളിയം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം. അതായത് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡ് നമ്മൾ എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ സെർച്ച് വോളിയം ഉണ്ടോ എന്നുള്ളത് നോക്കണം. നമ്മൾ കീവേഡ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കീവേഡ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് കിട്ടി അതിനെ അനലൈസ് ചെയ്ത് ഒരു കീവേഡ് നമുക്ക് ഓരോ പേജിനേക്കും നമ്മൾ കീവേഡ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പേജും എടുത്ത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഹോം പേജിൽ നിന്ന് നമുക്കൊരു കീവേഡ് കിട്ടി, PSC കോച്ചിങ് സെൻറ്റർ ഇൻ കൊച്ചി, അല്ലെങ്കിൽ PSC കോച്ചിങ് സെൻറ്റേഴ്സ് ഇൻ കൊച്ചി, അങ്ങനെ ഒരു കീവേഡ് നമ്മൾ എടുത്തു. ആ കീവേഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിന് റിസർച്ച് ചെയ്യണം. എന്നാലാണ് നമുക്കതിന് സെർച്ച് വോളിയം ഉണ്ടോ, അതേപോലെ SEO ഡിഫിക്കൽറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കുറേ പേര് ഈ ഒരു കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ടാവും. നമുക്ക് കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ആ കോമ്പറ്റീറ്റേഴ്സൊക്കെ ചിലപ്പോൾ ഈ കീവേഡിൽ ടോപ്പിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് SEO ഡിഫിക്കൽറ്റി ഉള്ള കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തില്ല. അപ്പോൾ നമുക്ക് SEO ഡിഫിക്കൽറ്റി കുറഞ്ഞതും അതേപോലെ തന്നെ നമുക്ക് സെർച്ച് വോളിയം, അത് ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കീവേഡ് വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ടൂളുകളിൽ ഇട്ട് നോക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടൂളാണ് ഊബർ സജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടൂളിൽ നമുക്ക് ആ ഒരു കീവേഡ് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. PSC കോച്ചിങ് സെൻറ്റർ ഇൻ കൊച്ചി എന്നാണ് ഞാൻ അടിച്ചു കൊടുത്തേക്കുന്നത്. അതിൽ നമുക്കിവിടെ കൺട്രി ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്, നമ്മൾ ഇന്ത്യ കൊടുക്കണം.
ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യാം. നമുക്ക് ആ ഒരു കീവേഡിൻ്റെ PSC കോച്ചിങ് സെൻറ്റർ ഇൻ കൊച്ചി അതിൻ്റെ സെർച്ച് വോളിയം SEO ഡിഫിക്കൽറ്റി നമുക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരും. നമുക്ക് 4 ഇൻഫർമേഷൻസ് ഇവിടെ നിന്ന് കിട്ടും. എന്താണ് സെർച്ച് വോളിയം എത്രയാണ്, ആ ഒരു കീവേഡിലുള്ള സെർച്ച് വോളിയം എത്രയാണ്, അതുപോലെ തന്നെ SEO ഡിഫിക്കൽറ്റി എത്രയാണ്, പെയ്ഡ് ഡിഫിക്കൽറ്റി, അതുപോലെ തന്നെ കോസ്റ്റ് പെർ ക്ലിക്ക്. ഈ 2 ഇൻഫർമേഷനും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഇൻഫർമേഷനാണ്. നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 2 ഇൻഫർമേഷൻ മാത്രം മതി. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീവേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ കീവേഡിന് പെയ്ഡ് ഡിഫിക്കൽറ്റി എത്രയായിരിക്കും എന്നുള്ളതും അതേപോലെ തന്നെ കോസ്റ്റ് പെർ ക്ലിക്ക്, അതായത് ഒരു ക്ലിക്കിന് എത്ര പൈസ പോകുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. നമുക്ക് PSC കോച്ചിങ് സെൻറ്റർ ഇൻ കൊച്ചി ഈ ഒരു കീവേഡിന് നമുക്ക് സെർച്ച് വോളിയം 50 അതേപോലെ തന്നെ SEO ഡിഫിക്കൽറ്റി 6 അതായത് 6 എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നമ്മളൊരു 14 ഒക്കെ മുകളിലുള്ള കീവേഡിനെ നമ്മൾ അതായത് SEO ഡിഫിക്കൽറ്റി 14 ഒക്കെ മുകളിലേക്ക് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ സെർച്ച് വോളിയം 50 ഉള്ളൂ. അതായത് ഒരു മന്തിൽ 50 സെർച്ച് മാത്രമാണ് ആ ഒരു കീവേഡിന് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ട് കാര്യമില്ല. അത്യാവശ്യം സെർച്ചുള്ള ഒരു 100 മുകളിലൊക്കെ ഒരു 300 ആ ഒരു സെർച്ച് വോളിയം, അതായത് കോച്ചിങ് സെൻറ്റർ ഇൻ എറണാകുളം PS അതേപോലെ കീവേഡ് ഐഡിയാസ് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. നമുക്ക് സജഷൻ പോലെ നമുക്ക് കിട്ടും. അതായത് PSC കോച്ചിങ് സെൻറ്റർ ഇൻ എറണാകുളം, അതായത് ഈ ഒരു കീവേഡിന് 480 സെർച്ചസ് ഉണ്ട്. അതേപോലെ തന്നെ SEO ഡിഫിക്കൽറ്റി പക്ഷേ കൂടുതലാണ്, 23 ആണ്. എന്നാലും ഗ്രീൻ കളറാണ്, അതുകൊണ്ട് നമ്മളത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. SEO ഡിഫിക്കൽറ്റി കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും. അതായത് ഓറഞ്ച് അതേപോലെ തന്നെ റെഡ് അങ്ങനെ കളറിൽ ചേഞ്ചസിലേക്ക് വരും. 23 എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രീൻ കളറിലാണ്, അപ്പോൾ നമുക്കത് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതേപോലെ തന്നെ SEO സെർച്ച് വോളിയം അതേപോലെ തന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ സെർച്ച് വോളിയം ഉണ്ട്. PSC കോച്ചിങ് സെൻറ്റർ എറണാകുളം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എടുത്ത് നോക്കിയ സൈറ്റ് എന്ന് പറയുന്നത് കാക്കനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കീവേഡ് നമുക്ക് തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതേപോലെ PSC കോച്ചിങ് സെൻറ്റർ ഇൻ കോട്ടയം അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ സജഷൻസ് കാണിക്കും. അപ്പോൾ അതും വെച്ചിട്ട് നമ്മളിവിടെ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വേറെ സജഷൻസ് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കീവേഡ് റിസർച്ച് ചെയ്ത് അതിൻ്റെ സെർച്ച് വോളിയം അതേപോലെ തന്നെ SEO ഡിഫിക്കൽറ്റിയും ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് സെർച്ച് വോളിയം കൂടുതലുള്ളതും അതേപോലെ SEO ഡിഫിക്കൽറ്റി കുറഞ്ഞതുമായിട്ടുള്ള കീവേഡ്സ് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കീവേഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോയി. അതേതാണ് PSC കോച്ചിങ് സെൻറ്റർ ഇൻ കൊച്ചി എന്നുള്ളത്. അപ്പോൾ അതിലാണെങ്കിലോ സെർച്ച് വോളിയം കുറവാണ്, SEO ഡിഫിക്കൽറ്റി കുറവാണ്. അപ്പോൾ ഈ സെർച്ച് വോളിയം ഇല്ലാത്ത ഈ കീവേഡ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ റാങ്കിങ് വരുമായിരിക്കും, അതായത് നമ്മൾ സെർച്ച് റിസൾട്ടിൽ ടോപ്പിലൊക്കെ വരുമായിരിക്കും. പക്ഷേ നമുക്കതിന് ഒരു ലീഡ് കൺവേർട്ട് ആവാനുള്ള ചാൻസസ് കുറവായിരിക്കും. അത് ബിസിനസ് നടക്കാനുള്ള ചാൻസസ് കുറവായിരിക്കും. കാരണം അത് ഈ കീവേഡ് വെച്ച് സെർച്ച് ചെയ്യുന്ന സെർച്ച് വോളിയം, അതായത് ആൾക്കാർ അധികം സെർച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇത് സെർച്ച് ചെയ്യുക, അതായത് നമ്മുടെ സെർച്ച് വോളിയം അതുപോലെ തന്നെ SEO ഡിഫിക്കൽറ്റി ആ 2 ഫീൽഡ് നമ്മൾ നോക്കിയിട്ട് വേണം ഒരു കീവേഡിനെ നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കീവേഡ് റിസർച്ചിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതേപോലെ വേറെ കീവേഡ് റിസർച്ചിങ് ടൂളുകളിലും ഇട്ടിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നീൽ പട്ടേലിൻ്റെ ഊബർ സജസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് റിസർച്ച് ടൂളാണ്. അതേപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട് നമുക്ക് അവൈലബിൾ ആണ്. ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനർ അതുപോലെ തന്നെ കീവേഡ് എവറിവെയർ അങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ CC സൈബർ ക്യാമ്പസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.